ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ കായ്ച്ചിട്ടുള്ള അബ്യൂ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ്. ഇതാണ് നമ്മുടെ അബ്യൂ പ്ലാന്റ്. ഇതിൻ്റെ കായ വരിക മഞ്ഞ കളറിലാണ് ഉണ്ടാവുക. നല്ല യെല്ലോ കളറിലായിട്ട് നല്ല വലുപ്പത്തിലായിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു വർഷം മരം നിറയെ പൂവിടുകയും അതുപോലെ തന്നെ അതിലുപരി കായ്കൾ തരുകയും ചെയ്തിട്ടുള്ളൊരു മരം കൂടെയാണ് അബ്യൂ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആമസോൺ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. നമ്മളെ കേരള കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ബ്രാഞ്ചുകളിലാണ് നമുക്ക് ഇതിൻ്റെ കായ കിട്ടുക. ഇൻ്റർനോട്ട്സിലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ കായ ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു മുസമ്പി അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ഒക്കെ അത്രയും വലുപ്പമായിട്ടാണ് നമുക്ക് ഈ പ്രാവശ്യം അത്രയും വെയിറ്റ് ഉള്ളത് കിട്ടിയിട്ടുണ്ട്. നിറയെ കായ്കൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കായ്കൾ നമുക്ക് ഈ വർഷം വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് പഴുത്ത് നല്ല പാകമായി വരുമ്പോഴാണ് ഈ ഒരു യെല്ലോയിഷ് കളറിലേക്ക് മാറുന്നത്. അല്ലാതെ ഇത് മൂക്കാത്ത സമയത്തൊക്കെ ഇതിൻ്റെ കളർ നല്ല പച്ച കളറിലായിരിക്കും ഈ കായ ഉണ്ടായിട്ട് വരിക. മൂത്ത് നല്ല പാകമാകുമ്പോൾ മാത്രമേ ഈ യെല്ലോയിഷ് കളറിലേക്ക് ചേഞ്ച് ആവുകയുള്ളൂ. നമ്മൾ മുറിച്ചെടുത്ത സമയത്ത് ഇതിലൊരൊറ്റ സീഡാണ് കാണുന്നത്. അത്യാവശ്യം നല്ല നീളത്തിലായിട്ടാണ് ഇതിൻ്റെ സീഡ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡിൻ്റെ ഔട്ടർ ലെയർ ഭയങ്കര നല്ല കോട്ട് ചെയ്തിട്ടുള്ളൊരു ഔട്ടർ ലെയറും കൂടെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലഷിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇളനീര് അതേപോലെ തന്നെ നൊങ്ങ് അതിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറാണ് ഇത് വരുന്നത്. അതിൻ്റെയൊക്കെ ഒരു രൂപമാണ്. ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കാണ്. പക്ഷെ ടേസ്റ്റ് നല്ല മധുരവും അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ അബ്യൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിഫാൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറ നമ്മളിങ്ങനെ ചുണ്ടിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിക്കും. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് മൂക്കാത്ത ഫ്രൂട്ടും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അധികം കറയായിട്ട് വരും എന്നല്ലാതെ നല്ല അടിപൊളി റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണ്. ഇനിയും ഇതുപോലുള്ള ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.